എന്റെ കല്യാണം നടക്കുമെന്നുള്ള ടെൻഷനില് മമ്മി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ ചെന്ന് മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഇവിടുത്തെ കാര്യങ്ങള് നമുക്ക് നോക്കാം. ശരി മോളെ. ശരി മോളെ, മമ്മി പോട്ടെ. അരവിന്ദേ. ഓക്കേ മേ. ഹേമേ ശരി, പോയിട്ടോ. പോട്ടെ അശ്വതി. മണവാളനളിയോ? ഫസ്റ്റ് ഡേറ്റ് ആണല്ലോ. എന്ത്? ജോഷി, എല്ലാം അഴിച്ചു തുടങ്ങിയോ? തുടങ്ങിയ മാഷേ. ശരി. മാഷേ, ബാലൻസ് ക്യാഷ്. ബാലൻസോ? മുഴുവനും തന്നില്ല ഇതുവരെ? ഇല്ല മാഷേ. എത്രയാ ജോഷി? 20,000 മാഷേ. ഗോവിന്ദ, എത്രയാന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക. നീ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കേറിയപ്പോ മുതൽ ഈ തറവാടിന്റെ എല്ലാ അധികാരവും അവകാശവും നിനക്കായി കഴിഞ്ഞു. ഇനി മോളുടെ ആഗ്രഹം പോലെ ഇവിടെ നടക്കും. മോളുടെ എന്താവശ്യം നിറവേറ്റി തരാൻ ഞാനുണ്ട് ഇവിടെ. ഇവന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അയാളെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം. കണ്ടു, തീർന്നു. അമ്മാവൻ കേട്ടു. അടുത്ത വെടിക്കെട്ടിന് തീ കൊളുത്തി. അപ്പച്ചി കണ്ടോ ആവോ? മോളെ. അപ്പച്ചി. അമ്മാവൻ. അമ്മാവൻ. നീ എന്തിനാടാ പേടിക്കുന്നേ? ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. നല്ലതല്ലേ? നിനക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞല്ലേ, പോയി കിടന്നുറങ്ങി. ചെല്ല്. പോവാൻ വരട്ടെ. കത്തിത്തുടങ്ങി. വേദാളം പറഞ്ഞ കേട്ട് ഉറങ്ങാൻ പോവാന്നോ? ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് പോ. എന്തിനാ ഗോവിന്ദനെ പറയുന്നത്? നിനക്ക് എന്താ പറയണോ വെച്ചാ പറഞ്ഞാ പോരെ. അരവിന്ദന്റെയും പൊന്നുവിന്റെയും ആദ്യ രാത്രി നടക്കണം. നടന്നോട്ടെ. അല്ല, പോവാൻ വരട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ശരി, പറ. ഇവർക്ക് ആദ്യ രാത്രി ഒരുക്കേണ്ടത് അങ്ങ് തെക്കേ മുറിയില്ല. അതാണല്ലോ ആയിരപ്പറയിലെ രീതി. ഞങ്ങളുടെ തീരുമാനം അതാ. ഞങ്ങളെന്ന് വെച്ചാ? ഞങ്ങളെന്ന് വെച്ചാ ഞങ്ങളെല്ലാവരും. നീ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അറിയാം അടുത്ത കൊണസ്റ്റ് എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ല. മറുപടി വേണം അല്ലേ? തരാം.
ഇവരുടെ ആദ്യ രാത്രി തെക്കേ മുറിയിൽ നടക്കില്ല.